ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16 മെയ് 2026 നടന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റൻ്റ് ആൻഡ് ജൂനിയർ എന്നീ പോസ്റ്റുകളിലേക്ക് നടന്ന PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. 2. 1524 വാസ്കോഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു. 3. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഡി അൽമേഡ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 1, 2 എന്നീ പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. രണ്ടാമത്തെ പോയിന്റ്, 1524 വാസ്കോഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു എന്നീ 2 പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. 2. ഭാഷാശാസ്ത്ര മേഖലയിലെ ആദ്യ ഭാഷ എന്ന കൃതി രചിച്ച വ്യക്തിയുടെ പേര്? 1. വൈകുണ്ഠസ്വാമികൾ, 2. ചട്ടമ്പിസ്വാമികൾ, 3. കുമാരനാശാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തെ വ്യക്തി മാത്രമാണ് രചിച്ചത്. ആരാണ് രചിച്ചത്? ആദിഭാഷാ കൃതി രചിച്ചത് ചട്ടമ്പിസ്വാമികൾ. 3. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഡി ലെനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആയി മാർത്താണ്ഡവർമ്മ നിയമിച്ചു. 2. 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. 3. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. കറക്റ്റ് ആൻസർ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും ശരിയാണ്. ഏതൊക്കെയാണ് പോയിന്റുകൾ? ഡി ലെനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫായി മാർത്താണ്ഡവർമ്മ നിയമിച്ചു. രണ്ടാമത്തെ പോയിന്റ്, 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. മൂന്നാമത്തെ പോയിന്റ്, 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CV രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. 4. 1580 അക്ബറിൻ്റെ കൊട്ടാരം സന്ദർശിച്ച ഒന്നാം ജസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? 1. ഫ്രാൻസിസ് സേവ്യർ, 2. റുഡോൾഫ് അക്വാവിവ, 3. സെന്റ് അഗസ്റ്റിൻ, 4. ആന്റണി മോൺസറാറ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സി പറയുന്നത് 2, 4 എന്നിവരാണ് ഉൾപ്പെട്ടിരുന്നത്. 2. റുഡോൾഫ് അക്വാവിവയും ആന്റണി മോൺസറാറ്റ് എന്നിവർ. 5. 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല നൽകിയത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സി രാജഗോപാലാചാരി. 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ലഭിച്ചത്? സി രാജഗോപാലാചാരി. 6. 1922 ഏക പ്രസ്ഥാനം ഡാഷിൽ ആണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ബി, UP. 7. ഗാന്ധിജിയുടെ വാർധ സ്കീം, അതായത് 1937 ഉണ്ടായത്. അത് പ്രകാരം നയി താലിം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരാണ്? എ. ആചാര്യ വിനോബ ഭാവെ, ബി. JC കുമ്മരപ്പ, സി. EM ആര്യനായകം, ഡി. ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ഗാന്ധിജിയുടെ വാർധ സ്കീം പ്രകാരം നയി താലിം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത്. 8. പ്രസിദ്ധമായ ഒരു ചരിത്രശാസ്ത്ര കൃതി ത്വാബഖാത്ത് അൽ ഉമം എഴുതിയത്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഖാദി സ്വാഇദ് അൽ അന്തലൂസി. 9. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. 10. പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത് വർഷം? ഓപ്ഷൻ ബി ആണ്, 1871. പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത് 1871. 11. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, നിഫെ. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് നിഫെ.
12. താഴെ പറയുന്ന വാതകങ്ങളിൽ ഏതാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മീഥേൻ. ആഗോളതാപനത്തിന് കാരണമാകുന്നത് മീഥേൻ ആണ്. 13. ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ ഡി, കോണ്ടൂറുകൾ. 14. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഗുവാഹത്തി. കിഴക്കു റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി. 15. ഡേഷിലെ ഒരു സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ്? ഓപ്ഷൻ എ, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഓപ്ഷൻ ബി, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻ സി, ഇരവികുളം നാഷണൽ പാർക്ക്. ഓപ്ഷൻ ഡി, ചിന്നാർ വന്യജീവി സങ്കേതം. 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. 16. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത്? എ, ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക. ബി, വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക. സി, കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. ഡി, മുകളിൽ പറഞ്ഞതെല്ലാം. 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നുണ്ട്. 17. ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ് എത്രയാണ്? 17. ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ് ഏതാണ്? 17 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, M1. 18. പലിശ അടക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെ ഡേഷ് എന്ന് വിളിക്കുന്നു? 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ്, പ്രാഥമിക കമ്മി. 19. മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്? എ, സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ മേഖലകൾക്കും തുല്യ പ്രാധാന്യം നൽകണം. ബി, കാർഷിക മേഖലയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സി, ഘനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഡി, ബി, സി ഇവ രണ്ടും. 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് ഘനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. 20. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ല? എ, കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 1/5 ഭാഗവും നിലവിലെ വിലയിൽ സംഭാവന ചെയ്യുന്നു. ബി, കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തെ തൊഴിൽ സേനയുടെ 50%-ത്തിൽ താഴെയാണ്. സി, എ മാത്രം. ഡി, എ, ബി ഇവ രണ്ടും. 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ, ബി ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ. 21. നിയമനിർമ്മാണ ഉദ്ദേശത്തെ പ്രവർത്തനീയമാക്കി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിൻ്റെ പങ്ക് എന്താണ്? 21 ഓപ്ഷൻ ബി, നയനിർവഹണം. 22. വിവരാവകാശ ചട്ടക്കൂടിൻ്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗരമേൽനോട്ടത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്? 22 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ, പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തൽ. 23. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏതാണ്? 23 ഓപ്ഷൻ ഡി ആണ്, ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ. 24. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? 24 ആൻസർ ഓപ്ഷൻ സി ആണ്, വിവര അസമമിതി. 25. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? 25 ഓപ്ഷൻ ബി, ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. 26. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? 26 ആൻസർ ഓപ്ഷൻ ബി ആണ്, കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ, അതായത് ADSന്. 27. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? 27 ആൻസർ ഓപ്ഷൻ ബി ആണ്, പീയൂഷ് ഗോയൽ. 28. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? 28 ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹേന്ദ്ര സിംഗ് ധോണി. 29. 16ാം ധനകാര്യ കമ്മീഷനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. 1. അരവിന്ദ് പനഗരിയയാണ് ചെയർപേഴ്സൺ. 2. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. 29 ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്.
30. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരമാണ് 30. ഓപ്ഷൻ സി ആണ് നെൽസിൻഡ. 31. ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? 31. ഓപ്ഷൻ ബി ആണ് ONV കുറുപ്പ്. 32. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ശില്പി ആരാണ്? 32. ഓപ്ഷൻ സി കുൻവർസൻ ഗുപ്ത. 33. ബാസ്കറ്റ് ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്നത് 33. ഓപ്ഷൻ ബി ആണ് ഒരു കഴിവ്. 34. ടെന്നീസിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? 34. ഓപ്ഷൻ എ ലിയാൻഡർ പേസ്. 35. കേരള കായിക ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13. 36. CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. കാർത്തിക തിരുനാൾ രാമവർമ്മയെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലുകളാണ് ധർമ്മരാജ, രാമരാജ ബഹദൂർ. 2. ഏട്ടുവീട്ടിൽ പിള്ളമാരുടെ പിൻഗാമികൾ രാജാവിനെതിരെ നടത്തിയ ആന്തരിക ഗൂഢാലോചനയാണ് രാമരാജ ബഹദൂർ എന്ന നോവൽ പ്രധാനമായും ചിത്രീകരിക്കുന്നത്. 3. ധർമ്മരാജയിലും അതിന്റെ തുടർച്ചയായ രാമരാജ ബഹദൂറിലും രാജാ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. 36. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3 എന്നീ പോയിന്റുകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ പോയിന്റ്, കാർത്തിക തിരുനാൾ രാമവർമ്മയെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലുകളാണ് ധർമ്മരാജ, രാമരാജ ബഹദൂറും എന്ന പോയിന്റും, മൂന്നാമത്തെ പോയിന്റായ ധർമ്മരാജയിലും അതിന്റെ തുടർച്ചയായ രാമരാജ ബഹദൂറിലും രാജാ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ഈ 2 പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. 37. ശരിയായ പ്രസ്താവന ഏതാണ്? 1. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. 2. പി. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം തിക്കോടിയൻ എന്നാണ്. 3. EJ ഫിലിപ്പിന്റെ തൂലികാനാമം കോവിലൻ എന്നാണ്. 37. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2 എന്നീ പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. 38. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? 38. ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മുതുകുളം രാഘവൻ പിള്ള. 39. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? എ. തിരുവഞ്ചിക്കുളം ക്ഷേത്രം, ബി. തിരുവേഗപ്പുറ ക്ഷേത്രം, സി. കല്ലിൽ ക്ഷേത്രം, ഡി. തൊടിക്കളം ക്ഷേത്രം. 39. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് കല്ലിൽ ക്ഷേത്രം. 40. ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി വനിത? 40. ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ദാക്ഷായണി വേലായുധൻ. 41. താഴെ പറയുന്ന മെമ്മറി ടൈപ്പുകളെ അവയുടെ ശരിയായ ഉപയോഗവുമായി പൊരുത്തപ്പെടുത്തുക. 41. ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. 41. ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. DRAM പ്രധാന മെമ്മറി, SRAM പാർഷ്യൽ മെമ്മറി, BIOS റോമിൽ സ്ഥിരമായി ശേഖരിച്ചു, രജിസ്റ്ററുകൾ CPU-യുടെ പ്രവർത്തന മെമ്മറി. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ. 42. വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഏത് നെറ്റ്വർക്ക് ഡിവൈസാണ് ഉപയോഗിക്കുന്നത്? 42. ഓപ്ഷൻ ഡി ആണ് ഗേറ്റ്വേ. 43. ലോഗിൻ ക്രെഡൻഷ്യലുകൾ ശേഖരിക്കുന്നതിന് ഒരു സൈബർ കുറ്റവാളി ഒരു ബാങ്കിംഗ് പോർട്ടലിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു. ഈ പ്രവർത്തനം ഡാഷ് ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്നു. 43. ആൻസർ ഓപ്ഷൻ സി ആണ് ഫിഷിംഗ്. 44. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് പ്രധാനമായും നേടിയെടുക്കുന്നത് ഡാഷ് വഴിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് പ്രോസസ് ഷെഡ്യൂളിംഗ്. 45. ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ഒരു ചിത്രത്തിന്റെ വ്യക്തത ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. 1. സ്ക്രീൻ റെസല്യൂഷൻ, 2. ഡോട്ട് പിച്ച്, 3. പുതുക്കൽ നിരക്ക്. 45. ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 3. അതായത് ഈ 3 പോയിന്റുകളും ശരിയായിട്ടുള്ളതാണ്. 46. താഴെ തന്നവയിൽ ഏതാണ് ശാസ്ത്രം ഒരു ചലനാത്മക പ്രക്രിയയാണെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നത്? എ. ശാസ്ത്രീയ നിയമങ്ങൾ ശാശ്വതമാണ്, ബി. ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ ഒരിക്കലും മാറില്ല,
സി. ശാസ്ത്രം വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഡി. പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ള വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയും. 46ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ള വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയും. 47 STP 2020 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ദേശീയ STI നിരീക്ഷണാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. ഇത് STIയുമായി ബന്ധപ്പെട്ട ഡാറ്റയുടെ കേന്ദ്രശേഖരമായി പ്രവർത്തിക്കും. 2. ഇത് തെളിവ് അടിസ്ഥാനമാക്കിയുള്ള നയരൂപീകരണത്തെ പിന്തുണയ്ക്കും. 3. ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള ധനസഹായ ഏജൻസിയായി ഇത് പ്രവർത്തിക്കും. 47ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1, 2 എന്നീ പോയിന്റുകൾ മാത്രമാണ് STIയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരി. 48 ഇന്ത്യയിലെ വിഭവ കമ്മിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. ഇന്ത്യ ജലസമൃദ്ധമാണ്, പക്ഷേ ജലസുരക്ഷയില്ല. 2. മഴയുടെ സ്ഥലപരവും ഋതുപരവുമായ വിതരണത്തിലെ അസമത്വം ജലക്ഷാമത്തിന് കാരണമാകുന്നു. 3. ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണം ഇന്ത്യയുടെ ജലക്ഷാമം വഷളാക്കി. 48ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2, 3 എന്നീ പോയിന്റുകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. മഴയുടെ സ്ഥലപരവും ഋതുപരവുമായ വിതരണത്തിലെ അസമത്വം ജലക്ഷാമത്തിന് കാരണമാകുന്നു എന്ന പോയിന്റും ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണം ഇന്ത്യയുടെ ജലക്ഷാമം വഷളാക്കി എന്ന പോയിന്റുമാണ് ശരിയായിട്ടുള്ളത്. 49 ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത്. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമായി വികസിപ്പിക്കുക എന്നാണ്. 50 പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരികൾ? 1. പൊതുജനാരോഗ്യ സംരക്ഷണം ആരോഗ്യ സേവനങ്ങളുടെ തുല്യമായ വിതരണം പ്രോത്സാഹിപ്പിക്കുന്നു. 2. പൊതുജനാരോഗ്യം പ്രത്യേക ആശുപത്രി പരിചരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. 3. പൊതുജനാരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന തത്വമാണ് സാമൂഹ്യ പങ്കാളിത്തം. 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നീ പോയിന്റുകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 51 ഒരു നാലക്ക സംഖ്യയായ 1A4Bയുടെയും ഒറ്റക്ക സംഖ്യയായ ബിയുടെയും ഗുണനഫലം 8A2B ആണ്. എ എന്ന അക്കത്തിൻ്റെ മൂല്യം എന്താണ്? 51ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 7. 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2/5. 53 ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ 30% മാർക്ക് നേടി. പരീക്ഷ പാസ്സാകാൻ വിദ്യാർത്ഥിക്ക് 10% കൂടുതൽ മാർക്ക് ആവശ്യമാണ്. വിജയശതമാനം എത്രയാണ്? 53ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 33%. 54 ഒരാൾ ഒരു നിശ്ചിത തുക 8% സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. അതേ തുക വാർഷികമായി 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്താൽ പലിശ തുകകൾ തമ്മിലുള്ള വ്യത്യാസം നിക്ഷേപിച്ച തുകയുടെ 5% ആയിരിക്കും. കോമ്പൗണ്ട് പലിശ നിരക്ക് കണ്ടെത്തുക. 54ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 10%. 55 ഇംഗ്ലീഷ് സയൻസ് പരീക്ഷകളിൽ ലഭിച്ച മാർക്ക് 3:2 എന്ന അനുപാതത്തിലും സയൻസ്, ചരിത്രം എന്നിവ 3:5 എന്ന അനുപാതത്തിലുമാണ്. ശരാശരി മാർക്ക് 25 ആണെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കണ്ടെത്തുക. 55 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അതായത് 30 ആണ് ശരിയായിട്ടുള്ള ആൻസർ. 56 ഒരു ഗണിത പുരോഗതിയുടെ ആറാമത്തെ പദം 12 ആണെങ്കിൽ ഒരു ഗണിത പുരോഗതിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക എത്ര? 56 ഓപ്ഷൻ ബി ആണ്, 132. 57 ഒരു മരവസ്തു നിർമ്മിച്ചിരിക്കുന്നത് ആരം 6ഉം ഉയരം 8ഉം ഉള്ള ഒരു ഘന സിലിണ്ടറിൻ്റെ ഓരോ അറ്റത്തു നിന്നും ആരം 6 ഉള്ള അർദ്ധഗോളത്തെ എടുത്ത് ഉപയോഗിച്ചാണ്. വസ്തുവിൻ്റെ ഉപരിതല വിസ്തീർണം എത്രയാണ്? 57ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, 2πrh + 4πr². 58 എക്ക് കെട്ടിടത്തിൻ്റെ ബേസ്മെന്റ് 20 ദിവസം കൊണ്ട് നിർമ്മിക്കാൻ കഴിയും. ബിക്ക് അതേ ജോലി 30 ദിവസം കൊണ്ടും സിക്ക് ആ ജോലി 60 ദിവസം കൊണ്ടും ചെയ്യാൻ കഴിയും. ABC എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ബേസ്മെന്റ് നിർമ്മിക്കാൻ എത്ര ദിവസം വേണം? 58 ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10 ദിവസം. 59 ഒരു കാർ 80 കിലോമീറ്റർ വേഗതയിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അടുത്ത 110 കിലോമീറ്റർ
വേഗതയിൽ 110 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവസാന 90 കിലോമീറ്റർ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. കാറിൻ്റെ ശരാശരി വേഗത എത്രയാണ്? 59. ഓപ്ഷൻ സി ആണ് 80 km/h. 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. AB എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. SD എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. 62. ഒരു പെൺകുട്ടി എ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് 4 മീറ്റർ കിഴക്കും 3 മീറ്റർ വടക്കും 4 മീറ്റർ പടിഞ്ഞാറും 3 മീറ്റർ തെക്കും നടക്കുന്നു. അവൾ ഇപ്പോൾ ഇവിടെയാണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ. 63. പുസ്തകം ഈസ്റ്റു അറിവ്, ഭക്ഷണം ഈസ്റ്റു ഡാഷ്. 63. ഓപ്ഷൻ ബി. ഊർജമാണ് ഭക്ഷണത്തോട് ചേരുന്നത്. 64. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കിലോബൈറ്റ്. 65. MATH = 42, LOGIC = 61 ആണെങ്കിൽ ഡാറ്റ എത്ര? 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 40. 66. എയുടെ സഹോദരൻ ഡി, സിയുടെ മകനാണ് ഡി, സിയുടെ പിതാവാണ് ബി, ബിയുടെ ആരാണ് എ? 66ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ചെറുമകൻ. 67. ക്രോസിംഗിൽ ഒരു ദിശാസൂചന തൂൺ ഉണ്ടായിരുന്നു. ഒരു അപകടം കാരണം കിഴക്ക് കാണിക്കുന്ന പോയിന്റർ തെക്ക് കാണിക്കുന്ന തരത്തിൽ തൂൺ തിരിഞ്ഞു. പുതിയ പോയിന്റർ അനുസരിച്ച് രമേശ് പടിഞ്ഞാറോട്ട് പോയി. യഥാർത്ഥത്തിൽ അദ്ദേഹം ഏത് ദിശയിലാണ് സഞ്ചരിച്ചത്? 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. തെക്ക്. 68. 2026 ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച ആണെങ്കിൽ 2026 ഡിസംബർ 25 ഏത് ദിവസമാണ്? 68ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഞായറാഴ്ച. 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 6 എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ശ്രേണി കൊടുത്തിട്ടുണ്ട്. 112, 115, 125, 140. അടുത്ത സംഖ്യ ഏതാണ് ശ്രേണി? 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 166. 81. Pick out the antonym of the underlined word. The thief's response was impulsive rather than thoughtful. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഡെലിബറേറ്റ്. 82. Fill up using the appropriate word from the brackets. A dash of lions was sitting on the rock. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രൈഡ്. 83. Fill up the blank with the correct phrasal verb. The teacher asked the students to dash the assignment before Friday. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. hand in. 84. Replace the word underlined with its synonym. The student was diligent in his studies. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഹാർഡ് വർക്കിംഗ്. 85. Pick out the correct prefix to get the opposite of the word organize. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഡിസ്. 86. Which word means having practical knowledge or skill? 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻജീനിയസ്. 87. What does the idiom to bell the cat mean? 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. To warn others to danger. 88. What is the expansion of UNESCO? 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 89. വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്? 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സോംനാംബുലിസ്റ്റ്. 90. വാട്ട് ഡസ് വോക്സ് പോപ്പുലി മീൻ? 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വോയിസ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ. 91. നീരദം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ഏത്? ഓപ്ഷൻ ഡി മേഘം. 92. ഏറ്റവും ശരിയായ വാക്യം ഏത്? എ ഒരു ദശാബ്ദമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം, ബി ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം, സി ഒരു ദശാബ്ദക്കാലമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം,
ഡി. ഒരു ദശാബ്ദമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്പ്രദായം. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം. 93 യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ്. ഉചിതമായ പരിഭാഷ ഏത്? 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. 94 അലംഘനീയം എന്ന ഒറ്റ പദത്തിൻ്റെ അർത്ഥം എന്ത്? 94 ഓപ്ഷൻ എ ആണ്. ലംഘിക്കാനാകാത്ത. 95 കൂട്ടത്തിൽപ്പെടാത്ത ചൊല്ലേത്? 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. 96 ആഖ്യാനഭേദം പിരിച്ചെഴുതുന്നതെങ്ങനെ? 96 ഓപ്ഷൻ ബി ആണ്. ആഖ്യാനത്തിൻ്റെ ഭേദം. 97 അമ്പ് എന്ന വാക്കിൻ്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദമേത്? ഓപ്ഷൻ ഡി ആണ്. തുണീരം. 98 മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? 98ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മരം പ്ലസ് എ. 99 ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. വഞ്ചകൻ വഞ്ചകി എന്നതും യശസ്വി യശസ്വിനി എന്ന പോയിന്റുമാണ് ശരിയായിട്ടുള്ളത്. 100 കൂട്ടത്തിൽ ചേരാത്ത പദം ഏത്? 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അധ്യാപകർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.